Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാരും ഓക്കെ അല്ലേ? മഴയൊക്കെ മാറിയല്ലേ ഒന്ന് അല്ലേ? പെയ്യുന്നുണ്ട് എന്നാലും. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു എടുത്തോണ്ടിരുന്നത്? School management, ma'am. സ്കൂൾ മാനേജ്മെന്റ് ആണ് അല്ലേ? എവിടെ വരെ എടുത്തായിരുന്നു? കഴിഞ്ഞ വീക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ മറന്നുപോയി ഏതാണെന്ന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏതായിരുന്നു എടുത്തു നിർത്തിയത്? Just 4-5 points. Discipline maintenance ആണവർ എടുത്തോ. ഓക്കെ ഓക്കെ ഓക്കെ. ഡിസിപ്ലിൻ മെയിൻ്റനൻസ് വരെ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാണ്? ഞാനാ മാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. താങ്ക് യു മിസ്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. സൈനിൻ ആരാണ്? ഞാനാണ് മാം. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, ma'am, and my dear friends. Myself, Gemya Thomas. First of all, I welcome to our teacher Ashwati ma'am. Ma'am, welcome to today's live class, and I welcome to my dear future teachers. Welcome to today's class, and I want to welcome Thought for Vismaya, Action Sock, Ansi, and sign out Shafina. Thank you. Okay. Then thought of the day. Good afternoon, ma'am. I am Vismaya. Thought of the day. Education is the most powerful weapon which you can use to change the world. നെൽസൺ മണ്ടേല. വിദ്യാഭ്യാസം എന്നത് ലോകത്തെ മാറ്റാനുള്ള ഏറ്റവും ശക്തിയേറിയ ആയുധമാണ്. താങ്ക് യു. Then action song. മാം ഞാനാണ് ഹൻസി. Rain, rain, go away, come again another day. Little Tommy wants to play. Rain, rain, go away. Okay. ഇത്രേ ഉള്ളോ? ഓർമ്മയുള്ളല്ലേ? അത്രേ ഉള്ളൂ. അല്ല അത്രേ ഉള്ളൂ അത്. പിന്നെ ഓക്കെ ഓക്കെ, നന്നായിരുന്നു കേട്ടോ. മാം, എന്റെ മോള് ഒരു കവിത ചൊല്ലാന്ന് പറയുന്നു, പഠിച്ചോട്ടെ? ആ, ചെയ്തോളൂ. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു വായിച്ചു ജീവിക്കണം.
വായനയ്ക്കാനും കൂടെ നിന്ന പിയൻ പണിക്ക് മോട്ടിടേണം. വായിച്ചു വളരുക എന്നു ചൊല്ലി ചിന്തിച്ചിടാനും സന്ദേശം നൽകി അക്ഷരാർപ്പവം തീർത്തു വന്ന സാക്ഷരാ നാരായണൻ കൂട്ടുനിന്ന. ഓക്കെ മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. മോളുവിന്റെ പേരെന്താ? ആദിലക്ഷ്മി. ആദിലക്ഷ്മി, നല്ല പേരാണല്ലോ. എത്ര സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അല്ലേ? ഏത് സ്കൂളാ? ഓൺ സയൻസിൽ. ഓക്കെ ഓക്കെ. ഇനിയും പാടാട്ടോ കവിത. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ഡിസിപ്ലിൻ മെയിൻ്റനൻസ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ പാർട്ടിംഗ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്. അതായത് പല പല ഫംഗ്ഷനുകളും മീറ്റിങ്ങുകളും കണ്ടക്ട് ചെയ്യുക അല്ലെ? എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുക സാധാരണയായിട്ട്? എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു നിങ്ങള്. ആനുവൽ ഫംഗ്ഷൻ, ആനുവൽ ഫംഗ്ഷൻ, പിന്നെ PTA മീറ്റിംഗ്, ഓണം ആൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ. ഓണം ആൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ പലതരത്തിലുള്ള സ്പോർട്സ് ഡേ ഉണ്ടാവാറുണ്ട്, ആർട്സ് അല്ലെ? അപ്പോ അത്തരത്തിലുള്ള അല്ലെങ്കിൽ PTA മീറ്റിംഗ്, സെലിബ്രേഷൻ. എന്താ? ടീച്ചേഴ്സ് ഡേ ആൻഡ് ചിൽഡ്രൻസ് ഡേ. അത് തന്നെ. ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ ഉണ്ടാവാറുണ്ട്, ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും ഉണ്ടോ? റീഡിംഗ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ. എക്സിബിഷൻ, പിന്നെ നമ്മള് എൻവയോൺമെന്റ് ഡേ, പരിസ്ഥിതി ദിനമൊക്കെ ആഘോഷിക്കാറുണ്ട് അല്ലെ? എൻവയോൺമെന്റ് ഡേ, റാലിയും കാര്യങ്ങളും. റീഡിംഗ് റീഡിംഗ് ഡേ അല്ലെ? വായനാ ദിനം ആചരിക്കാറുണ്ട്. അപ്പൊ പലതരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ഫങ്ഷൻസും എവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്? ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, അങ്ങനെ ധാരാളം. നമ്മൾ സ്കൂളിന്റെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ധാരാളം ഫങ്ഷൻസും അതുപോലെ തന്നെ മീറ്റിങ്ങുകളൊക്കെ സ്കൂളുകളിൽ നടക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. ഒരു സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പല പല മീറ്റിങ്ങുകളും ഫങ്ഷൻസും ഒക്കെ എന്ത് ചെയ്തിരിക്കണം? കണ്ടക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അതിലൂടെ കുഞ്ഞുങ്ങളെ കൂടുതൽ അവയർനെസ് ഉണ്ടാക്കാനും, അത് ഇപ്പൊ ഒരു വായനാ ദിനം ആചരിക്കുവാണെങ്കിൽ വായനയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും എന്താണ് വായിക്കേണ്ടതിന്റെ പ്രസക്തി എന്ന് തിരിച്ചറിയാനും എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോരോ പരിപാടികൾ അല്ലെങ്കിൽ പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ സ്കൂൾ സിസ്റ്റം ആണ്. അതായത് ഒരു മാനേജ്മെന്റ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പാരന്റ്സ് ഇവരുമായിട്ട് എന്ത് വേണം? നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? സ്കൂള് പ്രവർത്തിക്കുക അല്ലെ? പരസ്പരം എന്ത് ചെയ്യണം? പരസ്പരം കോപ്പറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്കൂള് പ്രവർത്തിക്കുള്ളൂ അല്ലെ? അല്ലെങ്കിൽ ആരും മിണ്ടാതിരിക്കുകയാണ്, പരസ്പരം ആരും തമ്മിൽ മിണ്ടുന്നില്ല, മാനേജ്മെന്റും ടീച്ചേഴ്സും തമ്മിൽ മിണ്ടുന്നില്ല, അതുപോലെ തന്നെ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ മിണ്ടുന്നില്ല, അവിടെ നമുക്കൊരു ഡെവലപ്മെന്റ് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും, അത് മാനേജ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മറ്റ് പാരന്റ്സ്, ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് പരസ്പരം എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പലതരത്തിലുള്ള ആശയങ്ങൾ അല്ലെ? പാരന്റ്സിന് പലതരത്തിലുള്ള ഒപ്പീനിയൻസ് പറയാനുണ്ടാവും അല്ലെ? സ്കൂൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ
കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുന്നതിന് അവർക്ക് പല ഒപ്പീനിയൻസ് ആൻഡ് ഐഡിയാസ് പറയാനുണ്ടാകും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് എല്ലാവരുടെയും ഇപ്പൊ ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാകും, പാരന്റ്സിന് ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിൽ അതുപോലെ സ്റ്റുഡൻസിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള സജഷൻസ് ഒക്കെ നമുക്ക് കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളത് റിസീവ് ചെയ്യണമെങ്കിൽ അവർക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം, അല്ലെ? കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാള് പറയുന്നത് മറ്റൊരാൾ കേൾക്കുക. അപ്പോ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ പാർട്ടാണ്. ഓക്കെ, അപ്പൊ ആരൊക്കെ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ആരൊക്കെ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? Parents and അതായത് മാനേജ്മെന്റ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് എന്താണെന്ന്. അതായത് പാരന്റ്സ് ടീച്ചേഴ്സുമായിട്ട്, ടീച്ചേഴ്സ് മാനേജ്മെന്റുമായിട്ട്, ഇനി അതുപോലെ തന്നെ ടീച്ചേഴ്സ് സ്റ്റുഡന്റുമായിട്ട്, അതുപോലെ തന്നെ സ്റ്റുഡന്റ് എന്താ പറയാ പാരന്റ്സുമായിട്ട്, ഇവരൊക്കെ തമ്മിൽ എന്ത് ചെയ്യണം? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നല്ലൊരു ഡെവലപ്മെന്റ് സ്കൂളിന് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്കൂൾ പ്രവർത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം. അതുകൂടാതെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻവൈറ്റബിൾ പാർട്ടാണ് എന്ത്? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെ? അതായത് സ്കൂൾ പ്രവർത്തിക്കാൻ പണം ആവശ്യമാണ്. മണി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെ? നമുക്ക് പണം വേണ്ടേ? പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? ജീവിക്കാൻ പറ്റില്ല, അല്ലെ? അതായത് പല ആളുകളും പറയാറുണ്ട് പണം എന്തിനാണ്, ചില ആളുകൾ ഐഡിയോളജിസ്റ്റ് ഒക്കെ പറയാറുണ്ട് പണം എന്തിനാണ്, നമ്മൾ മരിക്കുമ്പോൾ പണം കൊണ്ടുപോകുന്നില്ലല്ലോ, അങ്ങനെയുള്ള തോട്ടുകളൊക്കെ ചിലർ പറയാറുണ്ടല്ലേ. പക്ഷെ അത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിങ്ങളുടെ അഭിപ്രായം എന്താ? പണം വേണോ? ജീവിക്കണമെങ്കിൽ പണം വേണം. ആ മരിക്കുന്നവരെങ്കിൽ വേണ്ടേ? മരിക്കുമ്പോ കൊണ്ടുപോയില്ല, ശരി, ആ മരിക്കുന്നവരെ വേണ്ടേ മാം? അതെ അതെ, അതായത് എത്രയൊക്കെ ആദർശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭൂമിയിൽ നമ്മൾക്ക് ജീവിക്കാൻ പണം വേണം. ഒരു 10 രൂപ നമ്മുടെ അടുത്ത് എടുക്കാനുണ്ടെങ്കിൽ അത് എത്രയധികം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം നമുക്ക് നൽകുന്നുണ്ട്, അല്ലെ? അല്ലെ? സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചാണെങ്കിലും പണം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? സെൽഫ് ഇൻഡിപെൻഡന്റ് ആകുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യത്തിന് എപ്പോഴും നമ്മുടെ ഹസ്ബൻഡിന്റെ നിന്ന് ചോദിക്കുന്നത് ശരിയാണോ? ആണോ? ശരിയാണോ? അല്ല, അല്ലെ? നമ്മുടെ അടുത്ത് പൈസ ഒരു 10 രൂപ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇഷ്ടത്തിന് പൈസ ചെലവാക്കിക്കൂടെ? ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, അത് നമ്മുടെ ഇഷ്ടം. അപ്പോ എന്താണ്, ഇപ്പൊ ഒരാളുടെ വ്യക്തിഗത ജീവിതത്തിലായാലും അതുപോലെ തന്നെ ഏതൊരു പ്രധാനപ്പെട്ട കാര്യത്തിനായാലും പണം എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ സ്കൂളിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് സ്കൂളിന്റെ ഡെയിലി ഉള്ള നടത്തിപ്പ്, അല്ലെ? അതായത് പലതരത്തിലുള്ള ആവശ്യങ്ങൾ സ്കൂളിൽ ഉണ്ടാവും, അല്ലെ? ഇപ്പോ ഇലക്ട്രിസിറ്റി പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ വാട്ടർ, അതായത് വാട്ടർ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കത്തിടപാടുകൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്കൂളിന്റെ ഡെയിലി ഫങ്ഷന് ആവശ്യമായിട്ട് എന്ത് വേണം? ഫൈനാൻസ് വേണം, അല്ലെങ്കിൽ പണം വേണം. പണം ഉണ്ടെങ്കിലാണ് ഒരു സ്കൂള് നല്ല രീതിയിൽ അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫർദർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പണം ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. അയാൾ പലതരത്തിലുള്ള, അതാണ് ഫേമസ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ, പലതരത്തിലുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ഓക്കെ, അയാൾ വെറുതെ ആയിരിക്കും അത് വന്ന് ചെയ്യുന്നേ? ആണോ? പേയ്മെന്റ് കൊടുക്കണോ, അല്ലെ? അയാൾ എത്ര മണിക്കൂറാണ് അവിടെ ചെയ്തത് അതിനനുസരിച്ച് അയാൾക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിനെന്ത് വേണം? സ്കൂളിന് പണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാളെ പുറത്തുനിന്ന് നമ്മൾ വിളിച്ചു വരുത്തി അയാൾ എന്തെങ്കിലും ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പേയ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ചൈൽഡ് ഫിലിം, എന്താ പറയാ, ഒരു ചിൽഡ്രൻ മൂവി സ്കൂളില് എന്ത് ചെയ്യാണ്? പ്രദർശിപ്പിക്കാണെന്ന് വിചാരിക്കാം.
ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളെ ചിലപ്പോൾ നമ്മൾ, അതായത് പ്രൊജക്ടർ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ക്രീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ആളെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫിലിം കുട്ടികളെ കാണിക്കേണ്ടത്. അയാൾ അത് വെറുതെ ചെയ്യോ? ഇല്ല അല്ലെ? അയാൾക്കും ആ ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാധാരണയുള്ള സ്കൂളുകൾ, ഇപ്പൊ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളായിക്കോട്ടെ, ഗവൺമെന്റ് സ്കൂളുകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള സ്കൂളുകളായിക്കോട്ടെ, അപ്പോ ഉച്ചഭക്ഷണം അതായത് കൊടുക്കുന്ന ചില സ്കൂളുകളുണ്ട്. അപ്പൊ അവർക്ക് കുട്ടികൾക്ക് ഡെയിലി, ഇപ്പോഴത്തെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹെവിയാണ് അല്ലെ, നല്ല രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉള്ളൊരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്കൂളുകളിൽ കൊടുക്കുന്നത് ഇല്ലേ? എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരുണ്ട് ഇതിനകത്ത് അല്ലേ? ഉച്ചക്ക് ചോറ്, സാമ്പാറ്, പിന്നെ എന്തെങ്കിലും ഒരു തോരൻ, പിന്നെ ആഴ്ചയിൽ 2 ദിവസം പാല്, 1 ദിവസം മുട്ട. അപ്പൊ ഈ ഒരു കാര്യങ്ങള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള, അതായത് എത്ര പേരാണ് ഇപ്പൊ 500 പേര് സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരു 1000 പേര് സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ ചിലപ്പോ 800 പേരും എന്തായിരിക്കും, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും അല്ലെ? ഭൂരിഭാഗം പേരും അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്, കാരണം നല്ല രീതിയിലുള്ള ഫുഡാണ് അവിടുന്ന് കിട്ടുന്നത് അല്ലെ? അപ്പോ ഇത്തരത്തില് ഡെയിലി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതായത് അരി മേടിക്കണം, പിന്നെ വെജിറ്റബിൾസ് മേടിക്കണം, അതുപോലെ തന്നെ ഗ്യാസ് വേണം അല്ലെ, സിലിണ്ടർ വേണം, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള, അതായത് നമ്മള് കറികളിൽ ചേർക്കുന്ന മസാലപ്പൊടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓയിൽ, വെളിച്ചെണ്ണ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനു വേണം? പിന്നെ വിറക് അടുപ്പിലാണെങ്കിൽ വിറക് വേണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ആവശ്യമാണ്? പണം ആവശ്യമാണ് അല്ലെ? അപ്പൊ ചിലപ്പോ ഗവൺമെന്റ് ആണിത് തരുന്നതെങ്കിലും ചിലപ്പോ ഗവൺമെന്റിന് എന്ത് ചെയ്യില്ല, അന്ന് തന്നെയുള്ള കാര്യങ്ങൾക്കുള്ള പൈസ ചിലപ്പോ കിട്ടേണ്ടി വരില്ല, ഡിലേ ആയിട്ടായിരിക്കും ഗവൺമെന്റ് ഈ പണം അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പൊ സ്കൂളിന്റെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഉച്ചക്കഞ്ഞി ഭക്ഷണ പദ്ധതി കൊടുക്കുന്നത് അല്ലെ? അപ്പോ അതിനും എന്ത് വേണം? പണം വേണം. അപ്പൊ സ്കൂളിനൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഒരു പണം ഉണ്ടെങ്കിൽ, സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്നൊരു പരിപാടി സംഘടിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക, അതിന് എന്ത് വേണം? പണം ആവശ്യമാണ്. ഒരു സ്റ്റേജ് കെട്ടണം, സ്റ്റേജിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കണം. ചെയർ വേണം അല്ലെ? ധാരാളം പാരന്റ്സും അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ ചെയറുകൾ വേണം. ഇതൊക്കെ നമ്മൾ റെന്റിന് എടുക്കണം അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ്? പണം ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കൂളിന്റെ എല്ലാ തരത്തിലുള്ള ഫങ്ഷൻസ് നടക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ എന്താ പറയാ, ലൈബ്രറിയിൽ ആവശ്യമായിട്ടുള്ള ബുക്കുകൾ അല്ലെ, കുട്ടികൾക്ക് അനുസരിച്ചിട്ടാണ് ബുക്കുകൾ നമ്മൾ വെക്കുന്നത് അല്ലെ ലൈബ്രറിയിൽ. അപ്പോ അത് മേടിക്കാനും എന്ത് ചെയ്യണം? പണം ആവശ്യമാണ്. അപ്പോ എല്ലാ കാര്യങ്ങൾക്കും ഈച്ച് ആൻഡ് എവറി ഇതില് നമുക്ക് എന്താ ആവശ്യമാണ്? പണം സ്കൂളിന് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു സ്കൂളിന് മാത്രമല്ല നമുക്കും എന്ത് വേണം? പണം ആവശ്യമാണ് അല്ലെ? സെൽഫ് ഇൻഡിപെൻഡന്റ് ആകാനും പണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ ആ കഴിവുകൾ പുറത്തെടുത്ത് അതിലൂടെ ഇൻകം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സിൽ ചേർന്നു, ടീച്ചർ ആവാനാണ് ചേർന്നത് അല്ലെ? നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ആ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു നിങ്ങളുടെ പാഷൻ അതാണെങ്കിൽ പ്ലസ് ഒരു ഇൻകവും കൂടിയാണ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നത് അല്ലെ? നമ്മുടെ ഇപ്പൊ ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ, പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹങ്ങൾ ഉള്ള ആളുകൾ ഇതിനകത്ത് ചേർന്നിട്ടുണ്ടാകും. ഓക്കെ, അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു ഇൻകം കൂടി എന്ത് ചെയ്യുന്നു? അതിനകത്ത് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അല്ലെ? ആരോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പൈസയാണ്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം അല്ലെ? അത് എന്താ പറയാ, അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, നമുക്കൊരിക്കലും അതില് എന്താ പറയാ, ഒരു വിഷമമോ അല്ലെങ്കിൽ കാര്യമോ ഒന്നും തോന്നില്ല. മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ വളർന്നു വരിക അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇൻഡിപെൻഡന്റ് ആകുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആയോ?
അടുത്ത ആ പേജ് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. ജനറലി തുടങ്ങിയിട്ട് വിത്തൗട്ട് പണിഷ്മെന്റ് വരെ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. പാരാഗ്രാഫ് വൈസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യാം? ഫസ്റ്റ് പാര മാം. ആ, ഫസ്റ്റ് പാരാഗ്രാഫ് വായിച്ചു. Generally, എക്സ്പ്ലെയിൻ ചെയ്യുമോ? Generally, one of the standard teacher is given power by the school to have control over the day-to-day transaction of the school. That does not mean that the other teachers should define themselves within the classroom level without taking part in any of the school work. It means in the ഇപ്പോ ഒരു മൊത്തത്തില് ടീച്ചേഴ്സ് ഇരിക്കുമ്പോൾ ആ ടീച്ചേഴ്സിൽ ഒരു ഹെഡ് ടീച്ചർ എന്ന് ഉണ്ടാവേ. അപ്പോ അത്ര ടീച്ചേഴ്സിൽ ഒരു ടീച്ചറിനെ ഹെഡ് ടീച്ചറും ചെയ്യിപ്പിക്കും. അപ്പോ ഒരു ടീച്ചർ ഹെഡായിന്ന് മാത്രക്ക് മറ്റേ ടീച്ചേഴ്സുങ്ങൾക്ക് ഏതും വർക്കില്ല, അപ്പൊ അവർക്ക് ഒരു കാര്യമില്ല എന്നല്ലാന്ന് ഈ പാരയിൽ പറയുന്നത്. അപ്പൊ ഒരു ഹെഡ് ടീച്ചർ മറ്റേ ടീച്ചേഴ്സുകളെ കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് വേണ പണി ഇന്നത്തെ ക്ലാസ് എന്താ എവിടെ എടുക്കണ്ടേ അതിനെ അവരെ വർക്കിനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയുന്നത് കൊണ്ട് മറ്റേ ടീച്ചേഴ്സുങ്ങൾക്ക് വേറെ ഒരു പണിയില്ല എന്നല്ല. രണ്ടാമത്തെ പാരാഗ്രാഫ് ഒന്ന് പറഞ്ഞേ. എനിക്ക് തന്നെ പറഞ്ഞോളൂ. രണ്ടാമത്തെ പാരാഗ്രാഫ് സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നില്ലേ? സോറി മാം, കോൾ വന്നു. എന്ത് മാം നെക്സ്റ്റ് പാര?
Okay, every teacher should share the work of the school management and make it as a teamwork. Means every എല്ലാ ടീച്ചേഴ്സും അവരുടെ വർക്കിനെ ഷെയർ ചെയ്തിട്ട് സ്കൂൾ മാനേജ്മെന്റിന് വേണമായിട്ട് വർക്ക് അല്ല സോറി എവറി ടീച്ചർ ഷുഡ് ഷെയർ ദ വർക്ക് ഓഫ് ദ സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് മേക്ക് ഇറ്റ് ആസ് ദി ടീം വർക്ക്. എല്ലാരും അവരുടെ പണിന സ്കൂൾ മീൻസ് അവരുടെ ആയ എങ്ങനെ പറയുന്നത് മാം മനസ്സിലായി മാം എക്സ്പ്ലെയിൻ ചെയ്യാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താ കൺഫ്യൂഷൻ ആയിരുന്നു. ഒരു ടീം അച്യുത വർക്ക് ഒന്ന് പറഞ്ഞേ. അവരെല്ലാരും പ്രവർത്തിക്കുന്ന ഒരു ടീം വർക്കായിട്ട് വേണമെന്ന് മിസ്. അതെ, ഓക്കെ. അടുത്തത് ഷെയറിംഗ് ഓഫ് ദ വർക്ക് can be assessed by the management or by the voluntary interest among the teachers. When a school is running with a good name, everyone takes the credit of saying, "It is my school." So everyone should work the feeling your school. സ്കൂൾ മാനേജ്മെന്റ് എല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്കൂളാന്നുള്ള ചിന്തയിൽ വർക്ക് ചെയ്യണം. പിന്നെ ഓക്കെ അജിത. നല്ല പേരിൽ വന്നു, സ്കൂൾ നല്ല പേരിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എല്ലാ ടീച്ചേഴ്സുകളതും മാനേജ്മെന്റിന്റെ കളിവായിരിക്കും. അപ്പൊ എല്ലാ ടീച്ചേഴ്സും പറയും ഇത് നമ്മളെ സ്കൂള് നമ്മളെന്ന് പറഞ്ഞ ഇത് ഉണ്ടാവും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും സ്വന്തം താല്പര്യത്തോടെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളാണെങ്കിൽ ചിലപ്പോ പല ടീച്ചേഴ്സിനും ഇപ്പൊ പറയാൻ തന്നെ മടിയായിരിക്കും. പക്ഷെ നല്ല സ്കൂളാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഇത് എന്റെ സ്കൂളാണ്, ഞാൻ പഠിക്കുന്ന സ്കൂളാണെന്ന് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക ഒരു നല്ല സ്കൂളാക്കാൻ വേണ്ടി. എന്റെ സ്കൂൾ എന്താണ് ഒരാള് നിർബന്ധിച്ച് ചെയ്യുന്നതിന് പകരം ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും സക്സസ്ഫുൾ ആയിരിക്കും. അതെ, ഓക്കെ. ഓക്കെ, പിന്നെ അടുത്ത പാരാഗ്രാഫ് ആരാ വായിക്കുക? അൻസി വായിച്ചോളൂ. വൈഷ്ണവി ഓക്കെ വായിച്ചു. Most teachers are appointed for a class or for a subject. So the first main duty of the teacher is to carry out of class. That is known as classroom management. അതായത് ഓരോ അധ്യാപകരെയും ക്ലാസ്സിലേക്ക് ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും നിയമിക്കുന്നത്, ഒരു വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കും നിയമിക്കണേ. അപ്പോൾ അധ്യാപകന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് വായിക്കണോ മിസ്? Every teacher should take care to maintain discipline everywhere, even when she is walking on the footpath. If she happens to see the students making squirrels, threatening others, speaking rubbish, she can call them and after making minimum enquiries, dispose of them with or without punishment. എല്ലാ ടീച്ചേഴ്സും അച്ചടക്കം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടിയിട്ട് അവര് കാൽനടയായിട്ടാണ് നടക്കുന്നത്. വഴക്കുകള്, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, ചീത്ത വാക്കുകൾ പറയുക, പിന്നെ അവരെ ഞാനത് പറയട്ടെ. പറഞ്ഞോളൂ. അതായത് ഒരു ടീച്ചർ ഇപ്പം അവള് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഒരു സ്റ്റുഡന്റിനെ കാണുന്നത്, അവർ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ കാണുന്നത്, അവര് പുറത്ത് വെച്ച് സ്കൂളിന് പുറത്ത് വെച്ച് ആരോടെങ്കിലും വഴക്കുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് നിന്ന് ചീത്ത വാക്കുകൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ പോയി വീഴുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് തിരുത്താനും, അതുപോലെ തന്നെ വേണമെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ പണിഷ്മെന്റ് കൊടുത്തുകൊണ്ടോ അല്ലാതെയോ അവരെ പറഞ്ഞ് തിരുത്താനും ആ ഒരു വഴക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും പറ്റും. അത് സ്കൂളിന് പുറത്തായാലും ശരി. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്.
പറയുന്നത് അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അല്ലെ. അതായത് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ജനറലി വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ്, അതായത് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് എന്ത് എടുക്കാറുണ്ട്, ചില കൺട്രോളുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സ്കൂളിന്റെ ചില ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നതിന്, അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനുള്ള അധികാരം മാനേജ്മെന്റ് കൊടുക്കാറുണ്ട്. നമുക്കറിയാം, ഒരു സ്കൂളാകുമ്പോൾ സ്കൂൾ ഹെഡിനാണ് എന്തുണ്ടാവുക, അവിടെ നടക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങള് മേൽനോട്ടം വഹിക്കുക. അല്ലെങ്കിൽ ഓവറോൾ ഒരു കാര്യങ്ങൾ മറ്റ് ടീച്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുന്നതും, അവരെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഒരു ഹെഡ് ആയിരിക്കും അല്ലെ. അപ്പോ മാനേജ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ഓൾറെഡി ഒരു പവർ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പദവി അവർക്ക് കൊടുത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സൂപ്പർവിഷൻ കൊടുക്കുന്നത്. പക്ഷേ ഇതിനർത്ഥം അവരുടെ തലയിൽ എല്ലാത്തരം കാര്യങ്ങളും കെട്ടിവെക്കൽ എന്നല്ല, അല്ലെങ്കിൽ അവര് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. അതായത് അവരെ സഹായിക്കാന്നുള്ളത് മറ്റ് ടീച്ചേഴ്സിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ ഒരിക്കലും മാറി നിൽക്കരുത്. അല്ലെങ്കിൽ അവരാണല്ലോ ഹെഡ്, അല്ലെങ്കിൽ അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും സൂപ്പർവിഷൻ കൊടുക്കുന്നത് അവരാണെന്ന് കരുതി മറ്റ് ടീച്ചേഴ്സ് സ്കൂൾ വർക്കുകളിൽ നിന്ന് മാറി നിൽക്കരുതെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങള് ഒരു സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഹെഡ് ഉണ്ടാവും അല്ലെ. ആ ഹെഡ് പറയുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ അനുസരിക്കുന്നത്. എല്ലാരും ഹെഡ് ചെയ്യും, അല്ലെങ്കിൽ ഹെഡിന്റെയാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമുക്ക് കരുതാനായിട്ട് പാടില്ല. അവരെ വേണ്ട രീതിയിൽ സഹായിക്കുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാ ടീച്ചർമാരും അവരുടെ വർക്കുകൾ ഷെയർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഒരു എന്താ പറയാ, സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില വർക്കുകളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ മീറ്റിങ്ങോ, അങ്ങനെ ഇപ്പൊ സ്പോർട്സ് ഡേയോ, അങ്ങനെ പലതരത്തിലുള്ള ഫംഗ്ഷൻസും മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്തായാലും ടീച്ചേഴ്സിനായിരിക്കും അവിടെ പ്രധാനമായിട്ടും ജോലി ഉണ്ടാവുക അല്ലെ, ആ ഒരു പ്രോഗ്രാം ഒക്കെ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ ടീച്ചേഴ്സ് തമ്മിൽ പരസ്പരം വർക്കുകൾ ഷെയർ ചെയ്യാം. ഓക്കെ, ഒരാൾക്ക് തന്നെ എല്ലാ ജോലിയും കൊടുക്കാതെ പരസ്പരം, അതായത് ചിലപ്പോ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും, ചില ടീച്ചേഴ്സിന് അതിന് കഴിവുണ്ടാവും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതായത് ചില ടീച്ചേഴ്സിന് ഡാൻസിൽ നല്ല രീതിയിലുള്ള സ്കില്ലുകൾ ഉണ്ടാകും, ചില ടീച്ചേഴ്സിന് ഡ്രാമയ്ക്കായിരിക്കും സ്കില്ല് ഉണ്ടാവുക, ചില ടീച്ചേഴ്സിന് പാട്ട് പാടാനുള്ള കഴിവുണ്ടാകും. അപ്പോ ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡാൻസ് കളിക്കുന്ന, അല്ലെങ്കിൽ ഡാൻസിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടീച്ചർ എന്ന് പറഞ്ഞാല് ആ ടീച്ചർക്ക് കുറച്ച് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള റിഹേഴ്സലൊക്കെ നടത്താനും സാധിക്കും. ഇനി പാട്ടിനോട് താല്പര്യമുള്ള ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചർക്ക് പാട്ട് പാടിപ്പിക്കാനും അതുപോലുള്ള പ്രാക്ടീസുകൾ നൽകാനായിട്ട് സാധിക്കും. ഇനി ഡ്രാമയൊക്കെ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് നാടകം, അതായത് അത്തരത്തിൽ പെർഫോമൻസ് ചെയ്യുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് ഒരു ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോ ഏതിലാണോ ടീച്ചേഴ്സിന് കഴിവുള്ളത് അതൊന്നും മുൻകൂട്ടി കണ്ടെത്തി അത്തരത്തിലുള്ള ടീച്ചേഴ്സിനെ അതിനുവേണ്ടി സെലക്ട് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുക, വർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചർ ആണെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുക, വർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടീം വർക്ക് പോലെ എന്ത് ചെയ്യും, ടീച്ചേഴ്സ് ഇത്തരം കാര്യങ്ങൾ ചെയ്യും. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഈസിയാണ് അല്ലെ, അതായത് ജോലികൾ എളുപ്പത്തിലാകും അല്ലെ. അതായത് ഒരാള് ഒരു മല ചുമക്കുന്നതിന് പകരം ആ മലയെ പല പാട്ടുകളായിട്ട് തിരിച്ച് ചുമന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ നമുക്ക് ജോലി ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ടീം വർക്ക് ആയിട്ട് എന്ത് ചെയ്യണം, ജോലി ഷെയർ ചെയ്ത് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലാണ് സ്കൂള് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്താ പറയാ, എല്ലാവരും ഒരു ടീം വർക്കോട് കൂടിയാണ് സ്കൂളിനെ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ജോലികൾ ചെയ്യുന്നതെങ്കിൽ ഇത് എന്റെ സ്കൂളാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളാണെന്നുള്ള ഒരു ചിന്ത അവിടെ വരും അല്ലെ. അതായത് നമ്മൾക്ക് ഭയങ്കര നല്ല രീതിയിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും അല്ലെ. അതായത് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, ആ ഒരു രീതിയിൽ തന്നെ സ്കൂളിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും.
എന്റേത് അല്ലെങ്കിൽ നമ്മുടേതെന്നുള്ള ഒരു ചിന്ത വരികയും അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുകയും ചെയ്യും. ഓക്കെ, അതും അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് കേട്ടോ, ഇറ്റ് ഈസ് മൈ സ്കൂൾ സോ എവരി വൺ ഷുഡ് വർക്ക് ദ ഫീലിംഗ് അവർ സ്കൂൾ. അപ്പോ സ്കൂളിന്റെ ഒരു നല്ല പേരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ടീം വർക്ക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ എന്റെ സ്കൂൾ, ഞങ്ങളുടെ സ്കൂൾ എന്നുള്ള ഒരു ചിന്ത വരികയും ആ ഒരു ഡെവലപ്മെന്റിലേക്ക് സ്കൂള് ആകുകയും ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒട്ടുമിക്ക ടീച്ചേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലേക്കായിരിക്കാം അല്ലെ. ചില ടീച്ചേഴ്സിനെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് അല്ലെ, ഇന്ന ക്ലാസ്സുകളിലേക്കാണ് ചില ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ഇനി മറ്റു പല ടീച്ചേഴ്സ് ആണെങ്കിൽ ചില സബ്ജക്റ്റുകളാണ് കൊടുക്കുക അല്ലെ. ഇപ്പോ നമുക്കറിയാം എന്താ പറയാ, മലയാളം എടുക്കുന്ന ടീച്ചേഴ്സ്, അതുപോലെ ഹിന്ദി എടുക്കുന്ന ടീച്ചേഴ്സ്, അങ്ങനെ റയർ ആയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ, കോമൺ ആയിട്ടല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതിനു വേണ്ടി ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്കായിരിക്കും ഒന്നില്ലെങ്കിൽ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ സബ്ജക്റ്റിലേക്കോ ആയിരിക്കും ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. അപ്പോൾ ടീച്ചറിന്റെ ഫസ്റ്റ് മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് വ്യക്തമായിട്ട് രീതിയിൽ മനസ്സിലാക്കുന്ന വിധം ക്ലാസ് എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആദ്യത്തെ എയിം എന്ന് പറയുന്നത്. ഇതിനെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ കുട്ടികൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ് എടുത്ത് പോകുക എന്നുള്ളതാണ് ടീച്ചറിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഓക്കെ ആണോ? ആണ്. ഓക്കെ. The next one, every teacher should take care to maintain discipline everywhere, even when she is walking on the footpath. If she happens to see the students making quarrels, threatening others, speaking rubbish, she can call them and after making minimum enquiries, dispose of them with or without punishment. അതായത് എന്ത് ചെയ്യണം, അതായത് നമ്മള് ഈ ടീച്ചറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് സ്കൂളിൽ എല്ലാ സ്ഥലത്തും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അല്ലെ. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പോ ടീച്ചർ ഫുട്പാത്തിലൂടെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് സ്കൂൾ വിട്ട് കഴിയുന്ന സമയത്ത് ടീച്ചർ നടക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോ ചില സ്റ്റുഡൻസ് അവിടെ ചില എന്താ പറയാ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ചില എന്താ പറയാ മറ്റുള്ളവരെ എന്താണ് കുട്ടികൾ തമ്മിൽ പരസ്പരം വഴക്കുകൂടാം, അല്ലെങ്കിൽ ഒരു കുട്ടി മറ്റേ കുട്ടിയെ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാം. ഇതൊക്കെ ടീച്ചർ കാണുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവരെ അടുത്ത് വിളിച്ചു വരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? അന്വേഷണം നടത്തണം. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനാണ് നിങ്ങൾ പരസ്പരം ചീത്ത വിളിക്കുന്നത്, അങ്ങനെയുള്ള മിനിമം എൻക്വയറീസ് നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവർക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്ത് പറഞ്ഞയക്കുക. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും പബ്ലിക്കിന് മുന്നിൽ വെച്ച് കുട്ടികളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ കൂടുതൽ എന്താകും? വയലന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ് ഒരു കാര്യം ഉണ്ടാവുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിന് പുറത്താണ് ഒരു തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കോ ഉണ്ടാവുന്നതെങ്കിൽ കുട്ടിയെ മാറ്റി നിർത്തി സംസാരിക്കുക. ഒരിക്കലും അതായത് സ്റ്റുഡൻസിന് മുമ്പിലോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ മുമ്പിലോ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. നമ്മൾക്ക് മിനിമൽ ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാം, പക്ഷെ മാറ്റി നിർത്തിയിട്ട് മാത്രം. കാരണം ഇപ്പോഴത്തെ കുട്ടികളാണ് കൂടുതൽ വയലന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അവർക്ക് നിസ്സാര കാര്യം മതി, പല കാര്യങ്ങൾ അവർ എടുത്തു ചാടിയാണ് ചെയ്യുന്നത്. അപ്പോ ഇപ്പോ മറ്റുള്ളവര് നോക്കി നിൽക്കുകയാണ്, എന്താ പറയാ, തങ്ങളെ അധിക്ഷേപിച്ചത് അല്ലെങ്കിൽ തങ്ങളെ വഴക്ക് പറഞ്ഞത് എന്നുള്ളൊരു ബോധം ചിലപ്പോ അവർക്ക് ഉണ്ടാകും. അപ്പോ ആ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ചിലപ്പോ കൂടുതൽ വയലന്റ് ആവാനോ അല്ലെങ്കിൽ ചെയ്ത കുറ്റം വീണ്ടും റിപ്പീറ്റ് ചെയ്യാനോ കുഞ്ഞ് ശ്രമിക്കും. അപ്പൊ ഒരിക്കലും
അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ നല്ല രീതിയിൽ മാറ്റി നിർത്തിയിട്ട് മിനിമൽ പണിഷ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ പറഞ്ഞയക്കാം. കാര്യങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങളെ നമുക്ക് പറഞ്ഞയക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടീച്ചിങ് പ്രാക്ടീസിന് മറ്റോ പോയപ്പോ ഇങ്ങനെ കുഞ്ഞുങ്ങള് ടീച്ചിങ് പ്രാക്ടീസിന് പോയത് എത്ര പേരുണ്ട്? ആരും പോയിട്ടില്ല? പോയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാ മാം. അവർ ടീച്ചിങ് പ്രാക്ടീസ് പോയവര് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല അല്ലേ? ഇപ്പൊ കുറച്ചുകൂടി ടീച്ചറെ അവര് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണില്ല. അതെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരാളെ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയതിനു ശേഷം എക്സ്പീരിയൻസ് പറയട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കാണാൻ പറ്റും, എന്തായാലും എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാകും പോയി വരുമ്പോ. ഓക്കെ, then അടുത്തൊന്ന് വായിക്കുക കേട്ടോ. When she sees a collective തുടങ്ങിയിട്ട് check the discipline വരെ ഒന്ന് റീഡ് ചെയ്യാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ആരാണ് വായിക്കുക? എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാ? ഞാൻ വായിക്കാം മാം. ഓക്കെ, അശ്വിൻ വായിച്ചോളൂ. When she sees a collective of students hastening before the tap or before any room or somewhere, she should order them to form a queue എന്നല്ലേ മാം? ക്യൂ എന്നാണ് ടെക്സ്റ്റിൽ, ക്യൂ എന്നല്ലേ? ഓക്കെ. അതായത് ഇപ്പോ ടീച്ചേഴ്സ് ഇപ്പോ ചില കുട്ടികൾ കൂട്ടായിട്ട് കൈ കഴുകുന്ന ടാപ്പിന്റെ മുന്നില് അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും റൂമിന്റെ മുന്നിലൊക്കെ തിടുക്കം കൂട്ടാൻ തോന്നും. അതായത് ഇങ്ങനെ സോറി, ക്യൂ ആണ്. ക്യൂ ആണ്. ചില കുട്ടികൾ അപ്പൊ ഇങ്ങനെ ടാപ്പിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും റൂംസോ അതിനൊക്കെ മുന്നിൽ കൂട്ടായിട്ട് പ്രോപ്പറായി ക്യൂ പാലിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും തിടുക്കൊക്കെ കൂട്ടാണെങ്കിൽ ടീച്ചേഴ്സ് അത് കാണുകയാണെങ്കിൽ അവരെ വിളിച്ചു നിർത്തി പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യൂ പാലിക്കാനായിട്ട് കുട്ടികളോട് പറയണം. അടുത്ത പാരഗ്രാഫ് വായിക്കട്ടെ. Even when the prayer is going on, 1 or 2 teachers should take the charge of going around the school to check the persons, encouraging the students hiding in the classes and those who are acting time near the sources and near the latrine and urinal. This practice they should do even while the functions and meetings are going on. അതായത് ഇപ്പോ എല്ലാ സ്കൂളിലും മോർണിംഗിൽ പ്രയർ ഉണ്ടാവും. അപ്പൊ ഈ പ്രയറിന് സമയത്ത് ചിലപ്പോ ഓപ്പൺ അസംബ്ലി പോലെയൊക്കെ ഉണ്ടാവും, പുറത്തായിരിക്കും, ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും. അപ്പൊ അല്ലെങ്കിൽ വരാന്തയിലൊക്കെ പ്രയർ ഒക്കെ നടക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് 2-3 ടീച്ചേഴ്സ് ആയിട്ട് ചാർജ് എടുത്തിട്ട് ഓരോ ക്ലാസ്സിലും
പോയി ചെക്ക് ചെയ്യണം. സ്റ്റുഡൻസ് ഇപ്പോ വല്ല കള്ളത്തരം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രെയർ കൂടാതെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ, അങ്ങനെ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ടീച്ചേഴ്സ് ചെക്ക് ചെയ്യണം. ഇപ്പൊ ചില കുട്ടികള് വല്ല ആക്ട് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോ വല്ല ബാത്റൂമിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലുമൊക്കെ ക്യാൻറ്റീനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടോന്ന്, സ്റ്റുഡൻസ് ഹൈഡ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടോന്ന് ടീച്ചേഴ്സ് 2-3 ടീച്ചേഴ്സ് ഇൻചാർജ് എടുത്തിട്ട് അവിടെ ക്ലാസ് റൂമിൽ പോയി പേഴ്സണലായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ സ്കൂളിൽ കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ്, ഇപ്പൊ ഒരു ആനുവൽ ഡേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ്സ് ഒക്കെ വരാണെങ്കിൽ ഈ സെയിം പ്രൊസീജിയർ ടീച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ സ്റ്റുഡൻസിനും പോയിട്ട് ക്ലാസ്സിൽ ഉണ്ടോ അത് ചെക്ക് ചെയ്യണം. അവർ പ്രോപ്പർ ആയിട്ട് എല്ലാവരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അതോ ക്ലാസ്സിൽ കള്ളത്തരം പറഞ്ഞ അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിരിക്കുകയാണോ എന്ന് ടീച്ചേഴ്സ് ഇൻചാർജ് എടുത്തിട്ട് നോക്കണം. ഓക്കെ. നന്നായി പറഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കിയാൽ നമ്മൾ, അതായത് ഇപ്പോ നമുക്കറിയാം ഈ സ്കൂളിന്റെ അവിടെയൊക്കെ ടാപ്പ് വെച്ചിട്ടുണ്ടാവും അല്ലെ, വെള്ളം കുടിക്കുന്ന സ്ഥലം ഉണ്ടാവും അല്ലെ, എന്നിട്ട് നമ്മുടെ ഡ്രിങ്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടേക്ക് എന്ന് പറഞ്ഞാല് ഇന്റർവെൽ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ക്യൂ ആയിരിക്കില്ല, അതായത് പ്രോപ്പർ ആയിട്ട് ക്യൂ പാലിച്ചിട്ടായിരിക്കില്ല അവിടെ നിൽക്കുന്നത്. പരസ്പരം അന്യോന്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഒച്ച ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് നിൽക്കാതെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട് അല്ലെ, കുഞ്ഞുങ്ങൾ നിൽക്കാം. അപ്പോ ആ സമയത്ത് ടീച്ചർ എന്ത് ചെയ്യണം, അവരെ പ്രോപ്പർ ആയിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം, ഇപ്പൊ വെള്ളം കുടിക്കാനാണ് വന്നതെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അവരെ ക്യൂ ആയിട്ട് ക്ലാസ് റൂമിൽ കയറ്റുക എന്നുള്ളത് ടീച്ചറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രയർ നടക്കുന്ന സമയത്ത് കടന്നല് വന്ന് പെട്ടെന്ന് സോറി. അപ്പോ ഒരു പ്രയർ നടക്കുന്ന സമയത്താണെങ്കിൽ എന്താണ് ടീച്ചർ എന്ന് പറയുന്നത്, എന്താണ് ആ ഒരു സ്കൂൾ കോമ്പൗണ്ട് മുഴുവൻ ചെക്ക് ചെയ്യണം. ഓക്കെ. അതായത് ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല, അസംബ്ലിയിൽ പങ്കെടുക്കില്ല അല്ലെ. ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, മടി പിടിച്ചിരിക്കാറുണ്ട്. കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനത്തെയാണോ? ഇത് ചെയ്തിട്ടില്ലതല്ല മാം, സ്കൂൾ കോളേജ് ലൈഫ് എന്താണ് കേട്ടില്ല? കുഞ്ഞുങ്ങളല്ല, ഞാൻ കോളേജിലൊക്കെ അനിയാന്നൊക്കെ പറഞ്ഞിട്ട് പോയി ക്ലാസ് റൂമിൽ നിന്നിട്ടുണ്ട് നിറയെ കുറെ പ്രാവശ്യം. തലവേദനയാണ്, പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെയിലത്ത് നിക്കണമല്ലോ. നല്ല വെയിലായിരിക്കുമ്പോ നമുക്ക് മടി വരുമ്പോ ഓരോന്ന് പറഞ്ഞിരിക്കും. അപ്പൊ മടിയായിരിക്കും. പിന്നെ ചിലതില് ചില എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെ, ചില അസംബ്ലിയില് ചെയ്യിപ്പിക്കാറില്ലേ? അപ്പൊ പറയൂ, തല കടിച്ചത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് ചോദിച്ചിട്ട് തന്നെ പോകണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാറാണ്, അപ്പൊ അറ്റ്ലീസ്റ്റ് ടു ടീച്ചേഴ്സ് എങ്കിലും എന്ത് ചെയ്തിരിക്കണം, അതായത് കുഞ്ഞുങ്ങളെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നുണ്ടോ, എല്ലാവരും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ചില കുഞ്ഞുങ്ങള് ചിലപ്പോ വാഷ്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റ്സുകളില്, അതുപോലെ തന്നെ എന്താ പറയാ അതായത് മറ്റു പല സ്ഥലങ്ങൾ, സ്കൂളിന്റെ മറ്റു പല ഏരിയാസ് ഉണ്ടല്ലോ, അവിടേക്ക് ഒളിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോ അതുപോലെ തന്നെ ചില ഫംഗ്ഷൻസും മീറ്റിംഗ്സ് ഒക്കെ നടക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് സ്റ്റേജിലേക്ക് വരാനോ അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് അതറിയാം. അതായത് ഒന്നിനും പങ്കെടുക്കാതെ ഹൈഡ് ചെയ്യുന്ന, എപ്പോഴും എന്താണ് തനിയെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിലോ കാര്യങ്ങളോ ഒന്നും തന്നെ പങ്കെടുക്കാൻ ആഗ്രഹിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ പരമാവധി ക്ലാസ് റൂമിൽ ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ പോയിട്ട് ഒളിച്ചിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ. അപ്പോ അത്തരത്തിലുള്ള ആളുകൾ, കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ ഓവറോൾ പ്രയർ നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. കാരണം എല്ലാവരും പ്രയറിന്റെ ആ ഒരു സ്ഥലത്തായിരിക്കും അല്ലെ, എല്ലാ ടീച്ചേഴ്സും അതുപോലെ ഹെഡ് മാസ്റ്ററും ആ സ്കൂളിൽ എല്ലാവരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഓക്കെ. അപ്പോ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യണം, ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ടീച്ചർ ശ്രമിക്കണം, അല്ലെങ്കിൽ അത് ടീച്ചറിന്റെ ഒരു ഡ്യൂട്ടിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസ് ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഒരു കോമൺ പ്ലേസിൽ ഇരുന്നാണ് ലഞ്ച് കഴിക്കുന്നതെങ്കിൽ എന്താണ്, ചില ടീച്ചേഴ്സ് അതിന് സൂപ്പർവിഷൻ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണം.
അതായത് എങ്ങനെയാണ് എന്താ പറയാ ടേബിൾ മാനേഴ്സോട് കൂടി ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ശുചിത്വത്തിൽ നല്ല വൃത്തിയായിട്ട് എങ്ങനെ കീപ്പ് ചെയ്യാം, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ പുറത്തൊക്കെ പോവാതെ സൂക്ഷിക്കാം, പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേസ്റ്റ് വരുന്ന കാര്യങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും സൈലൻസ് ആയിട്ട് ഇരുന്നു കൊണ്ട്, അതായത് അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കേണ്ടത് അത് ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് പാരഗ്രാഫ് ആണ്. Few teachers should take the charge of gate watching in the morning daily at first from 1 hour before the prayer, and few teachers in the stoppage of the day at least from 15 minutes the long bell and half an hour after the long bell to check the discipline. എന്താണ് ഇവിടെ പറയുന്നത്? ഗേറ്റ് വാച്ചിങ്ങിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സമയം കൊടുത്തിട്ടുണ്ടല്ലേ. പ്രയറിന് മുന്നേയും സ്കൂൾ വിടുന്ന സമയത്തും ടീച്ചേഴ്സ് ഗേറ്റിന്റെ അവിടെ ഉണ്ടായിരിക്കണം. അതായത് രാവിലെ പ്രയറിന് മുന്നേ, വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്ത്. അതായത് നമ്മൾക്ക് ചില സ്കൂളുകളിൽ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും, ഗേറ്റിന്റെ അവിടെ PT ടീച്ചർ നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ, ഡ്രില്ലിന്റെ ടീച്ചർ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോ. ചില കേസുകളിൽ ഹെഡ് മാസ്റ്റർ ആവാം, ചില കേസുകളിൽ PT ടീച്ചർ ആകാം. ഒരു വടിയും പിടിച്ച് അവിടെ നിൽപ്പുണ്ടാകും. അതായത് കുഞ്ഞുങ്ങൾ കറക്റ്റ് സമയം, അതായത് ലോങ് ബെൽ അടിക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാല് എന്ത് ചെയ്തിരിക്കണം, കുഞ്ഞുങ്ങള് സ്കൂളിൽ കയറിയിരിക്കണം അല്ലെ. അപ്പോ എന്താ പറയാ, പലതരം ബെല്ലുകൾ ഉണ്ട് അല്ലെ. ഫസ്റ്റ് ബെല്ലുണ്ട്, സെക്കൻഡ് ബെല്ലുണ്ട്, ലോങ് ബെല്ലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ ആ ഒരു സമയത്ത് ഇപ്പൊ കുഞ്ഞുങ്ങളുടെ എന്താ പറയാ 10 മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നതെങ്കിൽ 9:45 ലോങ് ബെല്ല് അടിക്കുക, 9:30 ഫസ്റ്റ് ബെല്ല് അടിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ കറക്റ്റ് ആയിട്ട് സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നുണ്ടോ, ഇനി ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ ബാഗ് വെച്ചിട്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങളെ ചെക്ക് ചെയ്ത് കയറ്റിയതിന് ശേഷം എന്ത് ചെയ്യും, ഗേറ്റ് ക്ലോസ് ചെയ്യും അല്ലെ. പിന്നീട് എന്ത് ചെയ്യില്ല, ഗേറ്റ് തുറക്കുന്നത് ചിലപ്പോ ഇന്റർവെൽ സമയത്തോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോകുന്ന വൈകുന്നേരം കുഞ്ഞുങ്ങൾ പോകുന്ന സമയത്തോ ആയിരിക്കും ഗേറ്റ് തുറക്കുക. അപ്പോ കറക്റ്റ് ആയിട്ട് ആ സമയത്ത്, അതായത് ബെല്ലടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കയറ്റാനായിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ എൻട്രി ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാന്നുള്ളതും ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ. നമുക്കൊന്ന് സൈൻ ഔട്ട് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. Good afternoon, everyone. I am Shifina. Thank you all of your active participation and engagement today. Today we discussed about the school management. In school management, every teachers have responsibilities. Teachers share work with the management. Even there is the head of the school. Every teacher should get their own classroom. The teacher can make discipline of their students even they are outside of the school. The teachers should notice the discipline when the prayer is going on and even while the functions and meetings are going on. Teachers can order to form queue when students have anywhere. The teachers should table manners, cleanliness, and science. Teachers should gate in the evening to check the discipline. Education until മുറിഞ്ഞു പോകുന്നു ഷഫീന, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ക്ലിയർ അല്ല. ഹലോ മാം, പറഞ്ഞോളൂ. ആദ്യം മുതൽ പറയണോ? വേണ്ട, എവിടെയാണോ നിർത്തിയത് അത് കണ്ടിന്യൂ ചെയ്താൽ മതി. Thank you, ma'am, for your hard work and dedication. Until next time, stay curious, keep exploring, and take care. Thank you. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നന്നായിട്ട് പറഞ്ഞു കേട്ടോ എല്ലാവരും തന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am.
Thank you, ma'am. Thank you, ma'am. Thank you. Thank you.